എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിശ്വസിക്കുന്നു. നമ്മുടെ നേഴ്സറി ബഡ് റോസിലൊക്കെ ഇതുപോലെ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നല്ല നല്ല ഫെർട്ടിലൈസർ നമ്മൾ മാറി മാറി നമ്മുടെ ചെടികൾക്ക് കൊടുക്കണം. ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ വളങ്ങൾ നമ്മുടെ റോസയ്ക്ക് കൊടുത്തേ മതിയാകത്തുള്ളൂ. എന്നാൽ മാത്രമേ നേഴ്സറിയിൽ നിന്ന് കൊണ്ടുവെക്കുന്ന ബഡ് റോസുകൾ നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവുകയും പുതിയ തളിർപ്പുകളൊക്കെ ഉണ്ടാവുകയൊക്കെ ചെയ്യത്തുള്ളൂ. അതുപോലെ തന്നെ മുരടിപ്പും പ്രശ്നങ്ങളും മാറാനായിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് വെളുത്തുള്ളി ഒരു 5-6 വെളുത്തുള്ളി ചതച്ചിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയോടെ മിക്സ് ചെയ്തതിന് ശേഷം 1 ലിറ്റർ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ റോസയുടെ ഇലകളിലൊക്കെ ഇടയ്ക്കൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. മുരടിപ്പില്ലാത്ത ചെടിക്കും സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. 15 ദിവസങ്ങളും മസ്റ്റായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഫെർട്ടിലൈസറാണ് ഞാൻ ഇന്ന് തയ്യാറാക്കി കളയുന്നത്. നല്ല റിസൾട്ടാണ്. ധാരാളം പൂക്കൾ റോസിൽ മാത്രമല്ല ജമന്തി ചെടിക്കും മറ്റെല്ലാ ചെടികൾക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കുറച്ച് ദിവസമായിട്ട് 2-3-4 ദിവസം ഇപ്പോൾ നല്ല മഴയുണ്ട്. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. കാരണം റോസാച്ചെടികളിലൊക്കെ പ്രത്യേകിച്ച് മുരടിപ്പൊക്കെ പെട്ടെന്ന് മാറി കിട്ടും മഴ പെയ്തത് മൂലം. കാരണം കീടങ്ങളുടെ ശല്യവും ട്രിപ്പുകളുടെ ശല്യവും പ്രാണികളുടെ ശല്യവും ഒക്കെ കൊണ്ടാണ് നമ്മുടെ റോസാച്ചെടികളൊക്കെ മുരടിപ്പുണ്ടാകുന്നത്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് മാറി കിട്ടാനായിട്ട് ഈ ഒരു മഴ നല്ലപോലെ സഹായിക്കുന്നുണ്ട്. മഴവെള്ളം നല്ല ശക്തമായിട്ട് നമ്മുടെ ആ ഒരു ചെടികളിലെ ഇലകളിലൊക്കെ വീഴുമ്പോഴത്തേനും ആ ഒരു പ്രാണികളും മണ്ടുകളും ഒക്കെ അതിൽ നിന്ന് പോയിട്ട് പിന്നീട് വരുന്ന ആ ഒരു തളർപ്പൊക്കെ നല്ല തളർപ്പുകളായിരിക്കും നമുക്ക് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള തളർപ്പുകളായിരിക്കും. മുരടിപ്പും പ്രശ്നങ്ങളും ഒന്നുമില്ലാതെ മഴ വലിയൊരു സഹായം തന്നെയാണ് നമ്മുടെ ചെടികൾക്ക്. നമ്മൾ നല്ലതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതിനെക്കാട്ടും നല്ലപോലെ മഴ നല്ല കുത്തനെ ഇങ്ങനെ വീഴുമ്പോഴത്തേനും അതിലെ ഇലകളിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന പല പ്രാണികളും ട്രിപ്പിൻ്റെ ശല്യമൊക്കെ പെട്ടെന്ന് മാറിക്കിട്ടും. എന്നാൽ മാത്രമേ നമ്മുടെ ചെടികളൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. ഈ മുരടിപ്പുണ്ടെങ്കിൽ ചെടിയെല്ലാം പെട്ടെന്ന് നശിച്ചു പോകും. അപ്പം ഈ മഴ പെയ്യുന്നത് വളരെ ഒരു അനുഗ്രഹം തന്നെയാണ് നമ്മുടെ ചെടികൾക്ക്. നമ്മൾ ഒഴിക്കുന്നതിനെക്കാട്ടി നല്ല രീതിയിൽ മഴ പെയ്യുമ്പം നമ്മുടെ ചെടികളൊക്കെ നല്ല ഉഷാറാവുകയും പുതിയ തളിർപ്പുകളൊക്കെ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും. അതുപോലെ തന്നെ റോസയ്ക്കും അതുപോലെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയത്തില്ല. റോസയുടെ ഈ മുരടിപ്പും പ്രശ്നങ്ങളും ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ വേനൽക്കാലത്ത് ഭയങ്കരമായിട്ട് മുരടിപ്പ് നമ്മുടെ റോസകൾക്ക് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇപ്പോൾ മഴ പെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് മൂലം അതിലുണ്ടാകുന്ന പ്രാണികളൊക്കെ പെട്ടെന്ന് പറന്നു പോകും കേട്ടോ. അങ്ങനെയും ചെയ്ത് കൊടുക്കണം. ഈ ഒരു ഫെർട്ടിലൈസർ തയ്യാറാക്കുന്നത് ബാക്കി വന്ന കട്ടൻ ചായയാണ് എടുക്കുന്നത്. കട്ടൻ ചായ നമുക്കില്ലെങ്കിൽ നമുക്ക് തിളപ്പിച്ചെടുക്കാം. 2-3 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. അപ്പം ബാക്കി വന്ന കട്ടൻ ചായ ആണെങ്കിൽ കളയുകയും വേണ്ട. മധുരമിടാത്ത കട്ടൻ ചായയാണ് കൂടുതൽ നല്ലത്. അപ്പം കട്ടൻ ചായയിൽ ധാരാളം NPK അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പഴത്തൊലിയിലും ധാരാളം നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ ചെടികൾക്ക് നല്ലവണ്ണം പൂക്കൾ ഉണ്ടാവാനായിട്ട് സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. നമ്മൾ ഒരിക്കലും ബാക്കി വന്ന കട്ടൻ ചായ കട്ടൻ കാപ്പി അങ്ങനത്തെ ഒന്നും കളയണ്ട. നല്ല റിസൾട്ടാണ് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുകയാണെങ്കിൽ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി ഞാനിത് 2-3 ദിവസം വെക്കുന്നുണ്ട്. 2-3 ദിവസത്തിന് ശേഷമാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ധാരാളം പൂക്കൾ ഉണ്ടാകാനായിട്ടും നമ്മുടെ ചെടികളിലെ പുതിയ തളിർപ്പുകളും പൂമൊട്ടുകളും ഒക്കെ വന്ന് നിറയാൻ സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ്. ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് അടങ്ങിയ വളം നമ്മുടെ ചെടികൾക്ക് കൊടുക്കേണ്ട അത്യാവശ്യമാണ്. എന്നാൽ മാത്രമേ നമ്മുടെ ചെടികളൊക്കെ നല്ലപോലെ പുതിയ തളിർപ്പുകളും നല്ല പച്ചപ്പോടുകൂടിയൊക്കെ നമ്മുടെ ചെടികൾ നിൽക്കത്തുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ മുരടിപ്പ് വന്നിട്ട് പ്രത്യേകിച്ച് നമ്മൾ റോസുകളൊക്കെ പെട്ടെന്ന് മുരടിപ്പ് വന്നിട്ട് പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ കാരണം നമ്മൾ ചെടിച്ചട്ടിയിലാണ് കൂടുതലും ബഡ് റോസുകൾ നട്ടുപിടിപ്പിക്കുന്നത്. അപ്പോൾ ചെടിച്ചട്ടിയിൽ നമ്മൾ കൊടുക്കുന്ന വളങ്ങളാണ് ആ ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് വളരെയധികം സഹായിക്കുന്നത്. അതുകൊണ്ട് നമ്മളങ്ങനെ നല്ല രീതിയിലുള്ള വളപ്രയോഗവും നല്ല രീതിയിലുള്ള കീടനാശിനി പ്രയോഗവും ചെയ്തേ മതിയാകത്തുള്ളൂ. അപ്പോൾ ഇത് 2-3 ദിവസം ഞാൻ അടച്ചു വെച്ചിരുന്നു പുളിപ്പിക്കാനായിട്ട്. എന്നിട്ട് ഞാനിതുപോലെ നല്ലവണ്ണം ആ ഒരു പഴത്തിലേക്ക് നന്നായിട്ട് അലിഞ്ഞിട്ടുണ്ട്. അതൊന്ന് കൈ കൊണ്ടൊന്ന് ഞെവിടി നല്ലതായിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അരച്ച് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് നല്ലൊരു ഇതായിട്ട് കിട്ടും. ഇപ്പം അരച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അരച്ച് കൊടുത്താൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പം ഞാൻ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞെവിടി എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഓൾറെഡി അതിനകത്തെല്ലാം ആ ഒരു പഴത്തിലൂടെ എല്ലാ സത്തും നമ്മുടെ ആ ഒരു കട്ടൻ ചായക്കകത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട്. എന്നാലും നമ്മൾ കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഒരു 2-3 ലിറ്റർ വെള്ളം കൂടെ ഡൈല്യൂട്ട് ചെയ്താൽ മതി. കാരണം അധികം കുറച്ചല്ലേ ഉള്ളൂ. അപ്പം നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ കുറേ പേര് എന്നോട് ചോദിച്ചിരുന്നു തേയിലപ്പൊടിക്കൊക്കെ ഭയങ്കര വിലയാണ്. അപ്പം ഞാൻ തേയിലപ്പൊടിക്ക് വിലയാണെങ്കിൽ നമുക്ക് ആ തേയിലപ്പൊടി മാത്രം എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. തേയിലയുടെ വേസ്റ്റ് നമ്മൾ ചായ വെച്ചതിൻ്റെ ബാക്കി വേസ്റ്റ് ഉണ്ടല്ലോ അതെടുത്താൽ മതി. ഇപ്പോൾ തേയിലപ്പൊടി ഫ്രഷ് ആയിട്ട് എടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. ആ വേസ്റ്റ് ശേഖരിച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ തന്നെ ഫെർട്ടിലൈസർ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ തേയിലപ്പൊടി
ശേഖരിച്ച് വെക്കുമ്പോൾ നമ്മളൊരു കാര്യം ചെയ്യണം. പുളിച്ച കഞ്ഞിവെള്ളത്തിലോ അല്ലെങ്കിൽ അന്നത്തെ കഞ്ഞിവെള്ളത്തിലോ ഒക്കെ ഇട്ടിട്ട് പഴുത്തുള്ളിയും ഇട്ട് കുളിപ്പിച്ചതിന് 2-3 ദിവസം കുളിപ്പിച്ചതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഇരട്ടി വെള്ളം ഡൈല്യൂട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. അപ്പോൾ ഇതിനകത്തേക്കാണ് 2-3 ലിറ്റർ വെള്ളം ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ചെടികൾക്ക് കൊടുക്കുന്നത്. 1 കപ്പ് വീതം നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഏത് ചെടികൾക്കും നമുക്ക് കൊടുക്കാം. റോസാ ചെടിക്ക് മാത്രമല്ല കേട്ടോ, നമ്മുടെ ആ ഒരു ബോൾസം ചെടി, ജമന്തി ചെടി, എല്ലാ ചെടിക്കും കൊടുക്കാം. ധാരാളം NPK അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മുടെ ചെടികളൊക്കെ പൂക്കാനായിട്ടും അതുപോലെ തന്നെ പുതിയ തളിർപ്പുകളൊക്കെ ഉണ്ടാകാനായിട്ടും വളരെയധികം സഹായിക്കുന്ന നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ 1 കപ്പ് വീതം നമ്മുടെ ചെടിക്ക് ഒഴിച്ചു കൊടുക്കാം. 15 ദിവസം കൂടെ മസ്റ്റായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള വളർച്ചയായിരിക്കും നമ്മുടെ ചെടികൾക്ക് കിട്ടുന്നത്. ഇതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് തിളപ്പിക്കും വേണേൽ പഴത്തൊലിയോ ഉള്ളിത്തൊലിയോ സവോളത്തൊലിയോ പച്ചക്കറി വേസ്റ്റോ ഒക്കെ ഇട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്കിതുപോലെ കുറച്ച് ദിവസം വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് അരിച്ചെടുത്തിട്ട് ഇരട്ടി വെള്ളവും ചേർത്ത് നമുക്ക് കൊടുക്കാം. ഇങ്ങനെ പല രീതിയിലും നമുക്ക് കൊടുക്കാം കേട്ടോ. കറക്റ്റ് രീതിയിൽ അതിൻ്റെതായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് നമ്മുടെ റോസാ ചെടിക്ക് കിട്ടുന്നത്. പ്രത്യേകിച്ച് നേഴ്സറി ബഡ് റോസ് നല്ല കെയറിങ്ങും നല്ല വളവും ഒക്കെ ആവശ്യമാണ്. ഏത് റോസയ്ക്കാണെങ്കിലും നല്ല വളം ആവശ്യമാണ്. എന്നാൽ മാത്രമേ ആ റോസയൊക്കെ ഹെൽത്തി ആയിട്ട് വളരത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല കേട്ടോ.